സ്വകാര്യത സൂക്ഷിക്കുന്ന സ്വഭാവം വേണം. അത് ഈ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു പ്രത്യേക ഉപദേശമാണ്. നിങ്ങളെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് ആര് വിളിച്ചാലും അവരാ വിളിച്ചു അവരോട് പറയേണ്ടത് പറഞ്ഞു എന്നല്ലാതെ പിന്നെ ഒരു ബന്ധം പുലർത്തുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. എത്ര കുടുംബജീവിതങ്ങളാ തകർന്നത്. അപ്പൊ ഈ പെണ്ണിന് തോന്നുന്നു നല്ലോണം സംസാരിക്കുന്ന ആളാണല്ലോ, ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. ഒന്നുകൂടി വിളിച്ചു. അപ്പൊ അപ്പുറത്തുള്ള ആൾക്ക് തോന്നി ഇത് ഒരു വല വിരിച്ചാല് വലയിൽ കുടുങ്ങുന്ന ഒരു മീനാണല്ലോ, മത്സ്യമാണല്ലോ, ഒന്നുകൂടി വല വിരിക്കാൻ തോന്നി. അയാള് പിന്നെയും നേരെ നോക്കി വിളിച്ചു. പിന്നെയും ഇവിടുന്ന് അങ്ങോട്ട് മറുപടി പറഞ്ഞു. പിന്നെയും വിളിച്ചു, മറുപടി പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചന്റെ സംസാരം കൊണ്ട് 25 വർഷമുള്ള ജീവിതം നഷ്ടപ്പെട്ടു. മക്കള് 4 നമ്മൾ ആലോചിച്ച് നോക്കി നിങ്ങൾ. അത് സ്വകാര്യത സൂക്ഷിക്കാത്തതിന്റെ ഒറ്റ കുഴപ്പാണ്. 4 മക്കളെയും വഴിയാധാരമാക്കിയിട്ട് പെണ്ണിറങ്ങി. അപ്പുറത്താ ഭർത്താവിന് 5 മക്കൾ, വിവാഹപ്രായമെത്തിയ 2 മക്കളും പഠിച്ചുകൊണ്ടിരിക്കുന്ന 3 കുട്ടികളും. അവരെ വഴിയാധാരമാക്കിയിട്ട് ആ ഭർത്താവ് ഇറങ്ങി. ലാസ്റ്റ് എന്താ ജീവിതത്തിന്റെ ഗതി ഉണ്ടായത്? പിന്നെ അവർ പൊരുത്തക്കേടിലായിട്ട് രണ്ട് ഭാഗത്തായി തൂങ്ങി. അല്ലാഹു തആല കൊടുത്തൊരു ശിക്ഷ നോക്ക് നിങ്ങൾ. ഹലാലായ നിലക്ക് സന്തോഷമുള്ള ജീവിതം കൊടുത്തിട്ട് സ്വകാര്യത പരിരക്ഷിക്കാനുള്ള കഴിവ് വേണം സഹോദരിമാരെ. അതാർക്കും പരിചയപ്പെടുത്തരുത്, ആർക്കും പണയപ്പെടുത്തരുത്. സ്വന്തം ഇണക്ക് വേണ്ടി അല്ലാഹു തആല ഹലാലാക്കിയ എന്തെല്ലാം സൗകുമാര്യതകൾ നിങ്ങളിൽ അല്ലാഹു തആല തന്നിട്ടുണ്ടോ, മറ്റൊരാളെ മുന്നിൽ അത് പരിചയപ്പെടുത്തരുത്, പണയപ്പെടുത്തരുത്. വശ്യമായ സംസാരം, സ്നേഹപരമായ സംസാരം, കൊഞ്ചിക്കുഴയുന്ന സംസാരം, അതിനല്ലാഹു നിങ്ങൾക്ക് ആളെ തന്നിട്ടുണ്ട്. അതാണ് നിങ്ങളെ ഇണ. വേണ്ടുവോളം നിങ്ങൾക്ക് സംസാരിക്കാം. ആ സംസാരം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോ അവരെ ശരീരത്തിലുള്ള പിശാച് മൂർച്ച കൂട്ടുന്നു. അവരുടെ കൂടെ ജീവിക്കുന്ന ഇണയെ കൈയച്ചുകൊണ്ട് ഇപ്പുറവും അപ്പുറവും ബന്ധിപ്പിക്കുന്നു. പാടില്ല സഹോദരങ്ങളെ. അനുസരണം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഭർത്താവ്